ഭീമമായ വൈദ്യുതി ബില്ലിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പ്രകൃതിയോടിണങ്ങി 2 ദശാബ്ദക്കാലമായി കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊച്ചിൻ സോളാർ ടെക്കിന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം കൊച്ചി MLA KJ മാക്സി നിർവഹിച്ചു. പത്ത് 14 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ഇന്ന് അത് സ്വന്തമായ ഒരു ഓഫീസും അതിൻ്റെ ഒരു സംവിധാനത്തോടുകൂടിയാണ് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. സോളാറിനെ പറ്റി ജനങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കേണ്ട ഒരു സാഹചര്യം കിട്ടിയില്ല. കാരണം എല്ലാവരും അതിൽ ബോധവാന്മാരാണ്. എല്ലാവരും ബോധവാനെന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി സ്വന്തമായി തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന്റെ ഭാഗമായിട്ടുണ്ടായ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ചടങ്ങിൽ കൊച്ചി നഗരസഭ മുൻ മേയർ KJ സോഹൻ, ഡിവിഷൻ കൗൺസിലർ ഷീബ ഡുറോം, പള്ളുരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP സെൽവൻ, വേൾഡ് ക്രോസ്ബോ ചാമ്പ്യൻ വിൽഫ്രഡ് C മാനുവൽ, ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺ റബല്ലോ, MSC ബാങ്ക് പ്രസിഡന്റ് സനകുമാർ പ്രഭു, സാമൂഹിക പ്രവർത്തകനായ രാജീവ് പള്ളുരുത്തി, ചെന്നാട്ട് ഇലക്ട്രിക്കൽസ് മാനേജിംഗ് ഡയറക്ടർ അഗസ്റ്റിൻ ചെന്നാട്ട്, ഹാവൽസ് മാനേജർ ഡേവിഡ്, SBI ബ്രാഞ്ച് മാനേജർ സന്ദീപ് CV, കൊച്ചിൻ സോളാർ ടെക് മാനേജിംഗ് ഡയറക്ടർമാരായ റോഷൻ ജോൺ, ക്ലെമന്റ് ബിബിൻ എന്നിവർ സംസാരിച്ചു. സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ നമ്മളെ നയിക്കേണ്ടത് ഇത്ര ആളുകളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ്. കുടുംബത്തെ സംരക്ഷിക്കണമെങ്കിൽ അവർക്ക് കുടുംബത്തിലൊരാൾക്കെങ്കിലും ജോലി കിട്ടിയാൽ അവരും ആ കുടുംബവും സംരക്ഷിക്കപ്പെടും. ഞാൻ പള്ളുരുത്തി മണ്ഡലം സർവീസ് ബാങ്കിൻ്റെ ആളെന്ന നിലയിൽ ഞങ്ങളുടെ സംരംഭങ്ങളും അതിലെയാണ് ലക്ഷ്യം വെക്കുന്നത്. കൂടുതൽ ജീവിതം കൊടുക്കുക. നമ്മളെന്ത് സംരംഭങ്ങൾ ആരംഭിക്കുമ്പോഴും ജീവിതം കൊടുക്കാൻ നോക്കുക. വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ സഹകരണ ബാങ്കിൽ ഞങ്ങളിത് റോഷനെ കൊണ്ട് സോളാർ സംവിധാനം നടപ്പാക്കുകയും വളരെ വലിയ വിജയമായി. ഇങ്ങനെ AC വെക്കുന്നതിന് ബാങ്കിൽ ഒരുപാട് കാലം എതിർത്ത് പിടിച്ചിരുന്നെങ്കിലും അവസാനം ഈ സോളാർ വെച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാഫും മെമ്പർമാരൊന്നും സമ്മതിച്ചു. ഇപ്പോൾ AC ആക്കി ബാങ്ക്. അപ്പോൾ കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കാതെ ജീവിക്കണം, ലോ കാർബൺ ഫുട് പ്രിൻ്റിലോട് കൂടി തന്നെ ജീവിതം വരെ ഓരോ വ്യക്തികളും കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഈ അന്തരീക്ഷത്തിലുള്ള പ്രതിസന്ധി നമുക്ക് നേരിടുവാൻ സാധിക്കുള്ളൂ എന്നുള്ളത് നമ്മൾ അടിവരയിട്ട് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളെന്ത് ചെയ്യാൻ ഗാന്ധി പറഞ്ഞ പോലെ യു ബി ദ ചേഞ്ച്, നിങ്ങൾ തന്നെ ആ മാറ്റമാകുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം. ഏറെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. റോഷൻ കുറേ നാളുകളായി ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പറയുകയും അതിൻ്റെ ഉദ്ഘാടന ദിവസം ഇത്ര ഒരു മഹനീയ സാന്നിധ്യത്തിൽ ചെയ്യാൻ സാധിച്ചതിലും ദോഷമുണ്ട്. നമുക്കറിയാം സോളാറിൻ്റെ ഗുണഗണങ്ങളെ കുറിച്ച് എന്നെങ്കിലും ഇതൊരു വിജയത്തിലെത്തും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ആ സമയത്ത് ഇവിടെ ചെയ്യാൻ പറ്റി, ദുബായിൽ ചെയ്ത്, സൗദി അറേബ്യ ചെയ്ത്. അപ്പോൾ ഇതിനൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ തന്നെ അറിയാമായിരുന്നു. പക്ഷെ ആൾക്കാർക്ക് ഇപ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. പിന്നെ എൻ്റെ പാർട്ട്ണറുണ്ട് വിപിൻ. ഞാനൊരു സമയത്ത് ഇത്തിരി ഡൗൺ ആയിരുന്നു, കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. വിപിൻ എൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ട് ഞാനുണ്ടാവും, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 2 പാർട്ട്നേഴ്സും കൂടി നടത്തുന്നത്. സോളാർ തുടങ്ങാനുള്ള കാര്യം തന്നെ വില്ലിച്ചേട്ടനാണ്. വില്ലിച്ചേട്ടന് ഞാനൊക്കെ 90s ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ലൊരു കമ്പനി ജോലി, വില്ലിച്ചേട്ടന് നല്ലൊരു കമ്പനി ജോലി. വില്ലിച്ചേട്ടൻ ആ സമയത്ത് ഇവിടെ നമ്മൾ മാത്രം നന്നായിട്ട് കാര്യമില്ല, നമുക്ക് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം, ഒരുപാട് പേർക്ക് ജോലി മേടിച്ചും കൊടുക്കണം എന്നൊരു ചിന്താഗതി മനസ്സിലിട്ടപ്പോൾ തന്നെ ഉണ്ടായിരുന്നു നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം. അന്ന് തുടങ്ങിയതിന്റെ ഫലമായിട്ട് ഇന്ന് കുറെ പേർക്ക് ജോലി കൊടുക്കാൻ പറ്റി. ഹാവൽസിന്റെ അംഗീകൃത ഡീലറും MNRE ചാനൽ പാർട്ണറും KSCBയുടെ പാനൽ ഏജൻസിയുമാണ് കൊച്ചിൻ സോളാർ ടെക്. ഉപഭോക്താക്കൾക്ക് നൽകുന്ന സർവീസിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെയുള്ള പ്രവർത്തനങ്ങളാണ് കൊച്ചിൻ സോളാർ ടെക്കിന്റേതെന്ന് മാനേജിംഗ് പാർട്ണർമാർ ന്യൂസ് ടുഡേയോട് പറഞ്ഞു. മറ്റൊരു വിശേഷവുമായി കാണാം. റിഡ്ജൻ റുബല്ലോ, ന്യൂസ് ടുഡേ, തോപ്പുംപടി.